ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ വർഷ വന്നപ്പോഴാണ് പ്രിയ എന്ന് പറയുന്ന പെണ്ണിനെയും പൊക്കിയെടുത്ത് നിൽക്കുന്ന നമ്മുടെ ശ്രീകാന്തിനെ കാണുന്നത്. കാലി തുള്ളി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതേ പ്രിയ ഒന്ന് കാല് സ്ലിപ്പായി വീണു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമായിരുന്നു. നീ എന്താ വർഷ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വർഷ രണ്ട് തുള്ളലും തുള്ളി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. വർഷ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വിളിച്ചു. വർഷ അവിടെ നിൽക്കാനാ, വർഷ അങ്ങ് പോയി. ശ്രീകാന്തിന് അത് വല്ലാത്തൊരിതായി. അതിനുശേഷം പിന്നെ എങ്ങനെയൊക്കെയോ പ്രിയ അവിടെ കൊണ്ടുവന്നിരുത്തി. ഞാനിപ്പോൾ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് ഓടി പ്രിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ. പക്ഷേ ശ്രീകാന്ത് ചെന്നപ്പോഴത്തേക്കും വർഷ ഒരു ഓട്ടോയിൽ കയറിപ്പോയി. വർഷയെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വിളിച്ചു. വണ്ടി നിർത്തുമെന്ന് പറഞ്ഞു. അവിടെ നിർത്താൻ വർഷയുടെ പാട് നോക്കി പോയി. പ്രിയ അവിടെ ഇരുന്ന് വേദന കൊണ്ട് പൊളയും കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വർഷ പോയല്ലേ എന്ന് ചോദിച്ചു കേട്ടോ വിഷമത്തോടെ. അപ്പോൾ പോയെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം പണിയായെന്ന് മനസ്സിലായി ശ്രീകാന്തിന്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ശ്രീകാന്ത് ഇങ്ങനെ അവിടെ നിൽക്കുക. എന്താ അവൾ പെട്ടെന്ന് പോയേ എന്ന് പ്രിയ നേരം ചോദിക്കുക. അന്നേരം അത് അറിയത്തില്ലെന്നും നല്ല ദേഷ്യത്തിലാണ് അവളെന്ന കാര്യം ശ്രീകാന്ത് പറഞ്ഞു. നിന്നോട് അത്രയ്ക്കും അഫെക്ഷൻ ഉള്ളത് കൊണ്ടാവും ദേഷ്യം വന്നത് എന്നൊക്കെ പറയുമ്പോൾ അവൾ ചിലപ്പോഴേ തെറ്റിദ്ധരിച്ച് കാണും, അതാ പെട്ടെന്ന് പോയതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പ്രിയ പറയുക കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പം സാധാരണ അവളങ്ങനെ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല, ഇതിപ്പോൾ എന്താ പറ്റിയതെന്ന് അറിയില്ല എന്നും പറഞ്ഞ് ശ്രീകാന്ത് പറയുക. പിന്നെ അത് കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം എന്ന് ശ്രീകാന്ത് പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പൊക്കോളാം, ശ്രീകാന്ത് വർഷയെ ചെന്ന് കണ്ട് ഇപ്പോൾ തന്നെ സംസാരിക്കാൻ പറഞ്ഞു പ്രിയ. ഞാൻ ഈവനിങ് സംസാരിച്ചോളാം, നല്ല പെയിൻ ഉണ്ട് പ്രിയയ്ക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയയെ താങ്ങി പിടിച്ച് നമ്മുടെ ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇതേ സമയത്ത് പിന്നെ കാണിക്കും നമ്മുടെ രേവതി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു. രേവതി ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് അത്ഭുതം. സച്ചി ഇങ്ങനെ അന്തം വിട്ട് രേവതിയെ നോക്കുവാണ്. എന്താ സച്ചേട്ടാന്ന് രേവതി ചോദിക്കുമ്പോൾ, നിനക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും സൗന്ദര്യം കൂടി വരിക, നിനക്ക് വയസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് സച്ചി ഇങ്ങനെ രേവതിയോട്. പിന്നെ നീ എന്നത്തെക്കാളും ഇന്നേ സുന്ദരിയാകട്ടോ എന്ന് പറഞ്ഞു. ഇത് വേറെ എന്തോ മനസ്സിൽ കണ്ടിട്ട് എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം എന്തോ മനസ്സിൽ കാണാൻ, അല്ല ഇന്ന് ഫംഗ്ഷൻ നടക്കുകയാണല്ലോ, അപ്പോൾ കുടിച്ചാൽ ഞാൻ വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ലോ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു. കാഴ്ചയിൽ നീ ചെറിയ പെണ്ണ, പക്ഷെ സംസാരം കിളവിയെ പോലെയാ. ആണോ? അപ്പം ഞാനൊരു കിളവിയാണെന്ന് സച്ചേട്ടനല്ലേ? നീ എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കുന്നല്ലേ രേവതി? നീ സുന്ദരിയാണെന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, അപ്പം അതും കുറ്റമായോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുമ്പം ഞാൻ സുന്ദരിയാണെങ്കിലേ സച്ചിയേട്ടനും സുന്ദരനാകട്ടോ ഒന്ന് രേവതി എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കും. അപ്പോൾ പക്ഷേ സച്ചേട്ടൻ റെഡി ആയിട്ട് വന്നാൽ കൂടുതൽ സുന്ദരനാകുമെന്ന് രേവതി പറഞ്ഞപ്പോൾ നീ എന്തെങ്കിലും മനസ്സിൽ കണ്ട് എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. ഞാൻ വിട്ടു, സച്ചേട്ടനോട് സംസാരിച്ച് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ചില സമയത്തെ നിന്നോട് സംസാരിച്ച് നിൽക്കാനേ പറ്റില്ല, അതുമാതിരി ഡയലോഗ് അടിയല്ലേ, അതൊക്കെ നിങ്ങളെ കണ്ട് ഞാൻ പഠിച്ചതല്ലേ സച്ചേട്ടാ അന്നേരം. ശരിയാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സാരിയുടെ ഫ്ലീറ്റ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റിയ, സാരി കൊടുത്താൽ ശരിയായില്ലെന്ന് ചോദിച്ചു. സാരിയുടെ ഫ്ലീറ്റ് ശരിയാകുന്നില്ലെന്ന്. പറയണ്ട, ഞാൻ ചെയ്തു തരില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ സച്ചി രേവതിയുടെ സാരിയുടെ ഫ്ലീറ്റ് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഓടി കളിച്ച് വീട്ടിൽ വന്നു. ദൈവമേ, എല്ലാവരും റെഡിയായി കാണും, ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ കേട്ടോ. വർഷയുടെ ഫോണിലേക്ക് വിളി, പക്ഷെ വർഷ ഫോൺ എടുക്കുന്നില്ല. ശ്രീകാന്ത് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, വിളിക്കുന്നു, പക്ഷെ വർഷ ഫോൺ എടുക്കുന്നില്ല. ഈ സമയത്ത് രേവതിയും സച്ചിയും കൂടി അവിടെ സാരിയൊക്കെ ഫ്ലീറ്റ് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നേരെ ആക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ചെയ്യുന്നു. അപ്പം വേണ്ട മതി കേട്ടോ, സംസാരിച്ച് നിൽക്കാതെ വേഗം റെഡിയാവാൻ നോക്കാൻ പറഞ്ഞു രേവതി. ഇപ്പം തന്നെ ലേറ്റ് ആയെന്നും പറഞ്ഞു. അങ്ങനെ സച്ചി റെഡിയാക്കാൻ പോകാൻ നോക്കുമ്പം അല്ല ശ്രീകാന്ത് വർഷ റെഡിയായി കാണുമെന്ന് ചോദിച്ചു. അവരല്ലേ ഇന്നത്തെ താരം, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെയും പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ശ്രീകാന്ത് അവിടെ നിൽക്കുന്നു. ശ്രീകാന്തിൻ്റെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടപ്പോൾ സച്ചിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അവൾ സ്റ്റുഡിയോയിൽ പോയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, വർക്ക് കഴിഞ്ഞിട്ട് അവൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്തെ, നീ കള്ളം പറയുകയാണെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായെന്ന് രേവതി അന്നേരം പറഞ്ഞു. എന്താടാ കാര്യം, നീ കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. നീയും വർഷയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല ഏട്ടത്തെ എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഉരുളുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പം ഞാൻ നിൻ്റെ ഏട്ടനാ, കള്ളം പറയാനേ നോക്കണ്ട നീ, കേട്ടല്ലോ. എന്താടാ കാര്യം, നിൻ്റെ മുഖം കണ്ടാൽ എനിക്കറിയാം എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, പറ. വർഷ എവിടെ പോയതാടാ? അന്നേരം സച്ചേട്ടാ, അത് അവളിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല സച്ചേട്ടാ എന്ന് പറഞ്ഞു. അറിയില്ലെന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ ഞാൻ കുറേ തവണ അവളെ വിളിച്ചു, പക്ഷേ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന കാര്യം ശ്രീകാന്ത് ഇങ്ങനെ പറയണു ഇവരോട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇവർക്കും ഭയങ്കര ടെൻഷനായി. നിങ്ങൾ തമ്മിൽ വഴക്കും കൂടിയോ, അവൾ പിണങ്ങിയെങ്ങാനും പോയതാണോ എന്നൊക്കെ ചോദിച്ചപ്പം ഏട്ടത്തി അത് പിന്നെ അന്നേരം പറയടാ, എന്താ പ്രശ്നം എന്ന് പറയടാന്ന് പറഞ്ഞു.
സച്ചിയും. ഏട്ടാ അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് സച്ചിയോടും രേവതിയോടും നടന്ന കാര്യങ്ങൾ ശ്രീകാന്ത് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയോ, അവൾ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് സങ്കടപ്പെടുന്നു. അപ്പോൾ ഇപ്പോഴാണ് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ദേഷ്യപ്പെട്ട് പോകാൻ മാത്രം അവിടെ എന്താ ഉണ്ടായേ എന്ന കാര്യമൊക്കെ ചോദിച്ചു. ആ പെണ്ണിന് നടക്കാൻ വയ്യാത്തതുകൊണ്ട് നീ ഒന്ന് ഹെൽപ്പ് ചെയ്തതല്ലേ എന്ന് ശ്രീകാന്തിനോട് സച്ചി ചോദിക്കാം. വർഷയുടെ കണ്ണിൽ അത് തെറ്റായി തോന്നിയതായിരിക്കാം എന്ന് രേവതി പറഞ്ഞപ്പോൾ അതിലെന്തത്ര തെറ്റുള്ളതെന്ന് ചോദിച്ചു സച്ചി. ശ്രീകാന്ത് അങ്ങനെ ഒരുത്തനാണോ, അത് അവൾക്ക് അറിഞ്ഞൂടെ, ഇവർ പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം സച്ചിയുടെ ഒച്ച വെക്കല്ലേ മറ്റുള്ളവർ കേൾക്കുമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ പേടിയാവും കേട്ടോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ടെൻഷനാവുന്നു. വർഷം അവിടെ വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും എല്ലാം. ഞാൻ എങ്ങനെ അവിടെ പോയി തനിയെ നിൽക്കുമെന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുക. വർഷം എന്ത് ചെയ്യുന്ന എല്ലാവരും ചോദിക്കില്ലേ, ഞാനപ്പോൾ അവരോടൊക്കെ എന്ത് മറുപടിയാണ് പറയാം, വർഷയുടെ അച്ഛനോടും അമ്മയോടും ഞാൻ എന്ത് മറുപടി പറയുമെന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുമ്പം എടാ അല്ലെങ്കിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാരണം നോക്കിയിരിക്കുക അവരെന്ന് പറയുമ്പോൾ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്നല്ലേ പറഞ്ഞേ, അല്ലെങ്കിൽ നമ്മൊന്ന് വിളിച്ച് സംസാരിക്കുകയെങ്കിലും ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞു അവൾ കേട്ടേനേന്ന് കാര്യം രേവതി പറയുക. അവൾ എന്തായാലും വന്നേനേന്നും. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് നീ ഒരു കാര്യം ചെയ്യാം, എല്ലാവരെയും കൂട്ടി ഹോട്ടലിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ വർഷയോ അവളെയും കൂട്ടി ഞങ്ങളങ്ങ് എത്തിക്കോളാമെന്ന് പറഞ്ഞു. അതിനെ അവൾ എവിടെയാണെന്ന് അറിയില്ലല്ലോ ഏട്ടാ, അവൾ എവിടെയാണെങ്കിലും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി കൂട്ടിക്കൊണ്ട് വന്നേക്കാം, നീ ചെല്ലേ, ഫംഗ്ഷൻ നടക്കുമ്പോഴേക്കും ഞങ്ങൾ അവളെയും കൂട്ടി അവിടെ എത്തിയിരിക്കുമെന്ന് സച്ചി പറഞ്ഞു. അങ്ങനെ വർഷയെ കൂട്ടി വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ശ്രീകാന്തിനെ അവിടെ നിർബന്ധിച്ച് പറയാം. പിന്നെ ഈ വിവരം നീ വേറെ ആരോടും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തോ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോയതാണെന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. നീ വേഗം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്തിനെ പറഞ്ഞു വിട്ടു. സച്ചിയും രേവതിയും കൂടെ പോകാൻ തയ്യാറാകുന്നു. അതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സച്ചേട്ടാ, അതെ നമ്മളിനി എവിടെ ചെന്ന് അന്വേഷിക്കാനാണെന്ന് ചോദിച്ചു. അവൾ ജോലി ചെയ്യുന്ന സ്റ്റുഡിയോയിൽ പോയി നോക്കാം, ചിലപ്പോൾ അവിടെ കാണുമെന്ന കാര്യം പറയുമ്പം സച്ചേട്ടാ അച്ഛനെയും അമ്മയെയും ഫംഗ്ഷൻ നടക്കുന്ന ഹോട്ടലിൽ കൊണ്ടുപോയി വിടണം, ബസ് ഇറങ്ങി അച്ഛമ്മയെ കൂട്ടാൻ പോകണം, അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അതിനൊക്കെ നമുക്ക് ടാക്സി ഏർപ്പാടാക്കാൻ ഞാൻ റെഡി ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വേഗം റെഡിയാകാൻ പോയി. രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഹോട്ടലിൽ ഇവരുടെ സെലിബ്രേഷൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാവരും അവിടേക്ക് വന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നമ്മുടെ ഇത് നല്ല അടിപൊളിയായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്, ഇത് ആരാ ചെയ്തേ എന്ന് ചന്ദ്ര ചോദിക്കും. ഇതൊക്കെ നമ്മുടെ രേവതി മോളല്ലേ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അച്ഛൻ പറയാം. അത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖം വലിച്ചു. ആ സൈഡ് അത്ര പോരാ, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചേ, പൂക്കളൊന്നും അത്ര നല്ലതല്ല കേട്ടോ, വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്നൊക്കെ ചന്ദ്രൻ നിന്ന് ആ നാവിൽ തന്നെ പറയുമ്പം ശ്രുതിയും അതുപോലെ ശ്രുതിയൊക്കെ തലയാട്ടുക. അതെ അതെ എനിക്കും തോന്നി അച്ഛാ, ആ സൈഡിലെ പൂക്കളൊക്കെ കുറച്ച് വാടിയിരിക്കുന്നുണ്ട് അച്ഛാന്ന് പറയുമ്പം അതെ 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 എനിക്ക് മാത്രമല്ല അവനും തോന്നിയെന്ന് ചന്ദ്ര എന്ന് പറഞ്ഞ് രവേണ്ണ ഇങ്ങനെ നിൽക്കുക. ഭാമ എൻ്റെ കൂടെ സെൽഫി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ ബാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വിളിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് ഞാൻ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ സെൽഫി എടുക്കാനായിട്ട് അങ്ങ് പോയി. അത് തൊഴിഞ്ഞു മാറിപ്പോയതാ. ശ്രുതി ബാ നമുക്കും സെൽഫി എടുക്കാമെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയി. പിന്നെ ഇവിടെ സെൽഫി എടുക്കലായി, അതായി ഇതായി അങ്ങനെയൊക്കെ നിൽക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് അപ്പുറം മാറി നിന്ന് ഫോൺ വിളിക്കുന്നത് ചന്ദ്ര കണ്ടു. ചന്ദ്ര ശ്രീകാന്തിന് എന്തോ ഒരു ടെൻഷൻ പോലെ ഉണ്ടല്ലോ എന്ന് ഭാമ ചന്ദ്രയോട് പറയാട്ടോ. അപ്പോൾ അതെ ചന്ദ്ര ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ശ്രീകാന്താണ് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഈ നടപ്പാണ്. അപ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എടാ അവളിവിടുന്ന് വിട്ടോടാന്ന് ചോദിച്ചു. അവളിപ്പോൾ വരുമോ അമ്മയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചതിനല്ല നീ മറുപടി പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വരേണ്ടതായിരുന്നു, ഇപ്പം നീ വന്നു അവളില്ല, എന്താടാ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ചന്ദ്ര ചോദിക്കുമ്പം അമ്മേ അവൾ വരുമെന്ന് എപ്പോൾ വരാനാന്ന് ചോദിച്ചു ചന്ദ്ര. നീയേ അവളെ അവളുടെ ഇഷ്ടത്തിന് അഴിച്ചു വിട്ടിരിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് ചന്ദ്ര അന്നേരം പറഞ്ഞു. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, നീ അവളെ നിന്നെ കൺട്രോളിൽ വെക്കണമെന്ന്. അത് കേട്ടപ്പം അമ്മ ചുമ്മാ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞപ്പോൾ രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു ഇവരുടെ സംസാരം കണ്ടുകൊണ്ട്. അപ്പോൾ കണ്ടോ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു രവിയേട്ടൻ വരുമ്പോൾ. കണ്ടോ രവിയേട്ട അവൾ ഇതുവരെ വന്നിട്ടില്ല, അവൾ ഇവൻ്റെ കൺട്രോളിൽ നിർത്താത്തത് കൊണ്ടല്ലേ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ ചോദിക്കുമ്പം അതിന് നീ എന്തിനാ ചന്ദ്ര അങ്ങനെ പറയുന്നത്, നീ എൻ്റെ കൺട്രോളിൽ വല്ലതും ആയിരുന്നോ എന്ന് രവിയേട്ടൻ ചോദിക്കാം. എപ്പോഴെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു തവണയെങ്കിലും നീ കേട്ടിട്ടുണ്ടോ, നിനക്കൊരു നിയമം മരുമക്കൾക്ക് വേറൊരു നിയമം, അതെങ്ങനെ ശരിയാകുമെന്ന് ചന്ദ്രയോട് രവിയേട്ടൻ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ചമ്മൽ. ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാവേ എന്ന് ചന്ദ്ര രവിയേട്ടനോട് പറയാം. എടാ നീ വർഷയെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മേ ഞാൻ വിളിച്ചു, ഞാൻ പറഞ്ഞില്ലേ അവളിപ്പം വന്നോളൂ എന്ന്. ചന്ദ്രയ്ക്ക് ഭയങ്കര ഇത്. അപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി, അവിടെ വന്ന് ഇരിക്കാനും തുടങ്ങി. ശ്രീകാന്തത്തെ ആളുകളൊക്കെ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ എല്ലാവരും സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ് രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു വിടും. എന്നിട്ട് രവിയേട്ടൻ ഇങ്ങനെ നിൽക്കട്ടെ, എന്തോ പ്രശ്നമുണ്ടെന്ന് രവിയേട്ടന് മനസ്സിലായി. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വരുന്നു, ഗിഫ്റ്റുകളൊക്കെ കൊണ്ടേ കൊടുക്കുന്നു. ഈ സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സച്ചയെ വിളിക്കുന്നു. സച്ചേട്ടാ നിങ്ങൾ സ്റ്റുഡിയോയിലെത്തിയോ, വർഷം ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം ഇല്ലടാ ഞങ്ങൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടില്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നും ഞാൻ എത്തിയതിന് ശേഷം തന്നെ വിളിക്കാമെന്നും സച്ചി പറയാം. സച്ചേട്ടാ ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി, അവർക്കൊക്കെ വർഷം എന്ത് ചെയ്യുന്നു ചോദിക്കാൻ ഞാൻ എന്താ പറയേണ്ടത്, വരുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എത്ര നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കും എന്നൊക്കെ ചോദിച്ചപ്പം എടാന്ന് വെച്ചപ്പോൾ ടെൻഷൻ ആവാതെ
വർഷ സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ടാവും, ഞങ്ങൾ നോക്കട്ടെ, നീ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോകുക കേട്ടോ. ഈ സമയത്ത് രവിയേട്ടനാണെങ്കിൽ അവിടെ ഇരിക്കുന്നു. അങ്ങനെ വർഷ എന്തെന്ന് എല്ലാവരും ചോദിക്കുന്നു. വരുന്നവരെ എല്ലാവരും നമ്മുടെ ശ്രീകാന്ത് വെൽക്കം ചെയ്യുന്നു. അങ്ങനെ ഇവരെല്ലാവരും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് വീണ്ടും ശ്രീകാന്ത് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ കയറി വന്നു. അച്ഛമ്മേ എന്നും പറഞ്ഞ് ഓടി ചെന്നപ്പോൾ കൊള്ളാലോടാ എന്നും പറഞ്ഞ് ആളങ്ങ് മിടുക്കനായല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനോട് അച്ഛമ്മ പറയാം. ആ സമയത്ത് അച്ഛമ്മ വരുന്ന വഴിയാണോ എന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ അവനെന്തോ തിരക്കായിട്ട് വേറെ ഏതോ ടാക്സിക്കാരനെ വിട്ടിരിക്കുകയാണെന്ന് അച്ഛമ്മ, അല്ലെങ്കിൽ എപ്പോഴും അവനാ വരാറ്, അപ്പോൾ അവൻ കുറച്ച് തിരക്കായതുകൊണ്ട് വേറെ ഒരാളെ വിട്ടേന്ന് പറഞ്ഞ് രവിയേട്ടൻ അങ്ങ് വന്നു. അവനിങ്ങ് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാനെന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ. അല്ല എവിടെയാണ് നിൻ്റെ പെണ്ണ് വർഷ? അല്ല അവൾ പിന്നെ വന്നില്ല അമ്മയെന്ന് പറഞ്ഞു. വന്നില്ലെന്നോ? അതെന്താണ് പറ്റിയേ? അതെന്താ അവൾ വരാത്തതെന്ന് അച്ഛമ്മ ചോദിച്ചു. രണ്ടുപേരും ഇവിടെ വേണ്ടതല്ലേടാന്ന് അച്ഛമ്മ ഇങ്ങനെ ചോദിക്കുക. അന്നേരം നമ്മുടെ ശ്രീകാന്ത് അത് പിന്നെ അച്ഛമ്മ അവൾ ഡബ് ചെയ്യാൻ പോയതാ, ലീവ് എടുത്തതായിരുന്നു, പക്ഷേ സ്റ്റുഡിയോയിൽ നിന്ന് അർജൻറ്റായിട്ട് വിളിച്ചപ്പോൾ അവൾക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നു, അവളിപ്പോൾ തന്നെ വരുമെന്ന് ശ്രീകാന്ത് പറയണം. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ സമയമായല്ലോ എന്ന് അമ്മ. എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇവർ പരസ്പരം. അപ്പോൾ അവൾ കരുതിക്കൂട്ടി വരാതിരിക്കുന്നല്ലോ. അല്ല അവളിങ്ങ് വരട്ടെ ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ വെക്കുമ്പോൾ അമ്മയുടെ ഒരു സംശയങ്ങൾ വന്നേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ വിളിച്ചുകൊണ്ട് പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഇത്രയും വലിയ ബിസിനസ് ഐക്കോണായ പോയാൽ ഞാൻ പോലും വന്നില്ലേ, ഷെയിം എന്നിട്ട് അവൾ വന്നില്ലെന്ന് പറഞ്ഞാൽ ശ്രുതി അവിടെ നിന്ന് ശ്രുതിയോട് പറയുന്നു. തൊട്ടടുത്ത നിമിഷം മഹിമയും അതുപോലെ മഹിമയുടെ ഹസ്ബൻഡും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു. അവർ രണ്ടുപേരും കൂടെ കയറി വന്നു കഴിഞ്ഞപ്പം സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടു. ഭയങ്കര ഇത് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന ഹോട്ടലല്ലല്ലോ മഹിമയെന്ന് അച്ഛൻ കണ്ടില്ലേ, സ്വീകരിക്കാൻ പോലും ആരും ഇല്ലെന്ന് പറയുമ്പം ശരിയാ എന്നും പറഞ്ഞിട്ട് മഹിമ നിൽക്കും. അപ്പോഴാണ് ശ്രീകാന്ത് അവരെ കാണുന്നത്. ശ്രീകാന്ത് അന്നേരം ഓടിച്ചെന്നു. എനിക്ക് അവരെയൊക്കെ കാണുമ്പോൾ തന്നെ ചൊറിഞ്ഞു കയറി വരുവാണെന്ന് പറയും. അപ്പോൾ തൽക്കാലം ചൊറിയാനൊന്നും നിൽക്കേണ്ട, നമുക്ക് ചിരിച്ച മുഖത്തോടെ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണങ്ങളും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ അവരകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും നീ എന്താണ് അവരോട് ചെന്ന് മിണ്ടാത്ത, അവരും തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛമ്മ രവിയേട്ടനോട് ഇങ്ങനെ വന്നു. ഈ സമയത്ത് ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ, എന്നതാടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ സച്ചിയും രവിതിയും വരാത്തതിലും കല്ലുകടിയും മൊത്തത്തിൽ പ്രശ്നം. ആ സമയത്ത് ചന്ദ്രമഹിമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. അച്ഛമ്മ ഇവരെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അല്ല വർഷയും ശ്രീകാന്തും എവിടെ എന്ന് ചോദിക്കുമ്പം ശ്രീകാന്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതാ അതേ നിൽക്കുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തു. ശ്രീകാന്തേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പാടാ എന്ന് പറഞ്ഞ് വിളിച്ചു. വർഷയുടെ അച്ഛനും അമ്മ വന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ ചെന്നിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മോനെ എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുത്തു. അപ്പോൾ വർഷം എവിടെയെന്ന് ചോദിച്ചു. അവൾ ഡബ്ബിങ്ങിന് പോയിരിക്കാം. അപ്പോൾ ഡബ്ബിങ്ങിന് പോകാനോ, ഇവിടെ ഫംഗ്ഷൻ വെച്ചിട്ടോ എന്ന് മഹിമ ചോദിക്കുമ്പം ആൻറ്റി എപ്പിസോഡ് പോകണം അതുകൊണ്ടാണ് പോയത് എന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ എപ്പിസോഡ് അവൾ ജോലിക്ക് പോകുന്നതേ എനിക്കിഷ്ടമല്ല, പോകണ്ടെന്ന് പറഞ്ഞുകൂടെ മോന് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മധുസൂദനം ചോദിക്കുക കേട്ടോ. അപ്പോൾ അച്ഛമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അച്ഛമ്മ ഇങ്ങനെ ഒന്നും അല്ലാത്തവരെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ ഫോൺ ചെയ്തപ്പോൾ അവൾ എടുത്തില്ലെന്നും വീണ്ടും വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണെന്ന കാര്യവും മഹിമ പറയണം. അത് പിന്നെ സ്റ്റുഡിയോയിലല്ലേ, അവളിപ്പോൾ വരും ആൻറ്റി എന്ന് ശ്രീകാന്ത്. നിങ്ങളിരിക്കുക അങ്കിൾ ഇരിക്കുക ആൻറ്റി ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവരെ ഇരുത്താൻ നോക്കുക. അപ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും വരെ നല്ല ദേഷ്യത്തിലാണെന്ന് പറഞ്ഞ ശ്രുതിയും അവൻ നമ്മളോട് എന്തൊക്കെയോ ന്യായങ്ങൾ പറഞ്ഞു, പക്ഷെ അവരോട് എന്തേ ന്യായം പറയുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. എന്തായാലും അവരോടൊന്നും പറയാതിരിക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക. സമയം കുറേ ആയി, എന്നാലും ഈ വർഷം ഇത് എവിടെ പോയി, കേക്കിരുന്ന് മെൽറ്റാവുകയാണല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി. എത്ര സമയമാണ് പോകുന്നതെന്ന് പറഞ്ഞ് ശ്രുതി ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഓക്കെ എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മധുസൂദനൻ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുക. അപ്പോഴത്തേക്കും വേർക്കാൻ തുടങ്ങി. മഹിമ എന്തൊരു ചൂടാണ് മഹിമ ഇത് എന്നൊക്കെ പറഞ്ഞ് AC ഒന്നും പ്രോപ്പറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ലേ, ഇതുപോലെയൊക്കെയുള്ള ഹോട്ടൽ ഫംഗ്ഷൻ വെച്ചാലേ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഇവർ കുറ്റം പറയുന്നത് രവിയേട്ടനും അച്ഛമ്മയും കേൾക്കുക കേട്ടോ. എന്നോട് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ ബുക്ക് ചെയ്യുമായിരുന്നല്ലോ എന്നൊക്കെ, ഫംഗ്ഷൻ ഗ്രാൻഡായിട്ട് നടത്തിയേനെന്നൊക്കെയാണ് മധുസൂദനൻ പറയുന്നത്. കയ്യിൽ കാശില്ലെങ്കിൽ ശ്രീകാന്തിന് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഡയലോഗ് ഇതൊക്കെ അച്ഛമ്മ കേൾക്കുക. അപ്പം അഭിമാനമല്ലേ, ചോദിക്കുവോ? അന്ന് ഞാൻ ചെക്ക് കൊടുത്തപ്പോഴേ അവനത് വാങ്ങിയില്ലല്ലോ, നമ്മുടെ ലെവൽ എന്താണെന്നേ അവനും അവൻ്റെ വീട്ടുകാർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹിമ ചേച്ചി നിന്നിങ്ങനെ ഡയലോഗ് അടിച്ചു. മഹിമയും മധുസൂദനനും കൂടെ ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ നമ്മുടെ രവിയേട്ടൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നു. ഇവരുടെ സംസാരം കേട്ട് മടുത്തിട്ട് നിങ്ങളുടെ ലെവലൊക്കെ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഈ ഹോട്ടലിന് ഇപ്പോൾ എന്തോ ഒരു കുറവുള്ളതെന്ന് ചോദിച്ചു. എടോ താൻ വെറും ഒരു ഡ്രൈവറാണ്, തൻ്റെ സ്റ്റാറ്റസിന് ഇത് മതി, എൻ്റെ പോസ്റ്റ് എന്താണെന്ന് എനിക്കറിയാമല്ലോ, എൻ്റെ സ്റ്റാറ്റസിന് ഇത് പോരാ എന്ന് ഇയാൾ വലിയ ഡയലോഗ് ഇറക്കുന്നു. കൊട്ടാരവും ചെറ്റക്കുടിലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഞാനും നീയും തമ്മിലെന്ന് പറഞ്ഞു. ഇതേ ശ്രീകാന്തിൻ്റെ മാത്രം ഫംഗ്ഷൻ അല്ല, എൻ്റെ മോൾ വർഷയുടെയും കൂടെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അത് ഓർക്കണമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇയാൾ കളിയാക്കണം. എന്താ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ എന്നും ചോദിച്ചു ഇയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ രവിയേട്ടൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ഇത് കേട്ട നമ്മുടെ അച്ഛമ്മ വെറുതെ ഇരിക്കുമോ, പണി കൊടുക്കുമോ എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.